കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 103 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയല്ലേ, നമുക്കറിയാം പല നല്ല പ്രായമുള്ള ആൾക്കാരും യൗവനക്കാരായിട്ട് അല്ലെങ്കിൽ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലാ മേഖലയിലും അതുകൊണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഒരു പ്രായം കഴിയുമ്പോൾ സാധാരണ ഗതിയിൽ നരയ്ക്കുന്നവർ ആയിരിക്കും അല്ലേ. നമ്മുടെ തലമുടി എന്ത് ചെയ്യാറുണ്ട്, വെളുക്കാറുണ്ട്. പക്ഷേ പ്രായം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടും ഇന്നും നരയ്ക്കാതെ ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും നരയ്ക്കാത്തായിരിക്കത്തില്ല അത് അല്ലേ. അപ്പം ഇന്ന് ഹെയർ കളർ പോലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പം അത് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നല്ലാതെ അവനവൻ്റെ മനസാക്ഷിക്കകത്ത് വരുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, പ്രായമാകുന്നു എങ്കിലും ചെറുപ്പം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ യൗവനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിനകത്തുണ്ട് എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ബൈബിൾ പറയുന്ന യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ ഒരു പുതുക്കത്തിന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുതുമയിലേക്ക് പോകുവാൻ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകേണ്ടതിന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം ആണ്. സ്തോത്രം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ യൗവനം കഴുകനെ പോലെ പുതുകി വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ വായിൽ നന്മ വരേണ്ടത് ആവശ്യമാണ്. എന്താണ് വായിൽ നന്മ വരിക എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വായി കൊണ്ട് നന്മ പറയുവാൻ തക്കവണ്ണം ഇടയാകണം. ഇന്ന് ഈ സ്തോത്ര അസൂയ മേഖലകൾ വർദ്ധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. പക, വിദ്വേഷം, ബൈബിളിൽ പറയുന്ന പോലെ ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ ഗുണങ്ങളുള്ള അനേകരുണ്ട്. അപ്പം ഇവരെല്ലാം പലപ്പോഴും വായിക്കകത്ത് എങ്ങനെ നന്മ വരുന്നത്? അങ്ങനെയുള്ളവർ തകർന്നു പോകത്തില്ല നിശ്ചയമായിട്ട്. സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വായിക്കകത്ത് നന്മ പറയാമോ? അതുകൊണ്ടല്ലേ ബൈബിൾ പറയും, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ വായിൽ നന്മ വരട്ടെ, സംസാരത്തിലൂടെ നന്മയുടെ വാക്കുകൾ വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ ഓരോ നാളും അത് പുതുകി വരുവാൻ തക്കവണ്ണം ഇടയാകും. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകിടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. എല്ലാ മഹത്വവും യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.